Good morning, എല്ലാവർക്കും നമസ്കാരം. ഓവർസീസ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പാക്കിനെ പറ്റി NMBI ഒരു പുതിയൊരു ന്യൂസ് റിലീസ് ചെയ്തിരുന്നു ഓൺ 17th of April. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ NMBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് വായിക്കുന്നത്. അതുകൂടാതെ പേഴ്സണലായിട്ട് ഹയർഹുഡ് റിക്രൂട്ട്മെന്റ് ബേസിൽ ഞങ്ങൾക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. സോ അത് നോക്കിയായിരിക്കും വായിക്കുന്നത്. From 17th of April 2019, applicants for registration with NMBI will now receive their overseas registration application pack electronically via SaveNet file sharing system. So എന്താ പറയുന്നത് വെച്ചാൽ ഇത്രയും നാളും ഇന്ന് 16 ഏപ്രിൽ വരെ അപ്ലൈ ചെയ്ത ആൾക്കാർക്കെല്ലാം അവരുടെ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ പാക്സ് എല്ലാം മാനുവലായിട്ട് പോസ്റ്റിൽ കൂടെ വന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് 100 കണക്കിന് മെസ്സേജ് വരുന്നുണ്ട്. എത്ര നാളിനുള്ളിൽ കിട്ടും, ഞാൻ 3 ആഴ്ചയായി 4 ആഴ്ചയായി എനിക്ക് ഇതിനായിട്ട് ആപ്ലിക്കേഷൻ പാക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ആൻസർ ആണ് NMBI തന്നേക്കുന്നത്. ഗോയിങ് ഫോർവേഡ് യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് എനിമോർ. സോ വാട്ട് യു ഡു ഇസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം IELTS OET ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പം ഓൺലൈൻ ക്ലൗഡ് സേവ്നെറ്റ് ഫയൽ ഷെയറിംഗ് സിസ്റ്റം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് following receipt of overseas application request form, NMBI will process assessment fees and they will check relevant English language competency. If you're trained outside EU or EEA, which means you are a Group 3 applicant, before you apply and pay the assessment fees, ensure you meet our English language competency requirement. You should remember that the assessment fees which must accompany this form is non-refundable. So നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ വൺസ് ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നേരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള IELTS സ്കോർസ് അല്ലെങ്കിൽ OET സ്കോർസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ the money will not be refunded. Okay, eligible applicants will receive an email from SaveNet. സോ നിങ്ങളിപ്പം അത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ഒരു ഇമെയിൽ കിട്ടും SaveNet നിന്ന് വിത്ത് ഒരു ലിങ്ക് ആയിരിക്കും വരുന്നത്. enabling them to access the documents to apply for registration as a nurse in Ireland. Once they click on the link, നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ a separate email will be sent to your email address with a code. ഒരു കോഡ് ആയിരിക്കും to be sent to your email to access the documents. Eligible to access the documents. This will greatly benefit applicants for registration by enabling them to download their own application packs directly using SaveNet cloud file sharing system. സോ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ കോഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ബേസിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പാക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ടു വെയിറ്റ് few weeks to receive your application packs via post. This innovation will also considerably reduce the overall processing time for applications and enable eligible applicants to join the register at an improved rate. What they're doing currently അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ മാക്സിമൈസ് ചെയ്യുക, മാക്സിമം എമൗണ്ട് ഓഫ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള റൂട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറന്റ്ലി ഇത്ര നാൾ വരെ എന്ന് വെച്ചാൽ 3 to 4 weeksോളം എടുക്കുന്നുണ്ട്. പലരും പല രാജ്യത്തു നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ പാക്ക് ചെല്ലുമ്പോൾ അത്ര താമസം വരും. സോ through this small innovation itself, you will be saving anything between 20 to 30 ആ ഒരു റേഞ്ചിലുള്ള പ്രോസസിംഗ് ടൈമിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. So the SaveNet cloud sharing system is an enterprise level secure online file sharing and collaboration service built on Krita technology. SaveNet file share is GDPR compliant. So guys, it's too technical. നമ്മൾ അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. It's very safe and secure എന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ ഇത് കറന്റ്ലി GDPR ആയിട്ട് കംപ്ലയന്റ് ആണെന്ന് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ NMBI വെബ്സൈറ്റിൽ പോവുക. അതിനെപ്പറ്റി 17th of April വന്ന ന്യൂസിനെ പറ്റി നോക്കുക. ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തോ അതിന്റെ സാരം എന്ന് വെച്ചാൽ നിങ്ങൾ ഗോയിങ് ഫോർവേഡ് മാനുവലി നമ്മൾ ആപ്ലിക്കേഷൻ പാക്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഇലക്ട്രോണിക്കലി തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടി ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ലിങ്ക് വരും, അകത്തെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് കോഡ് വരും, കോഡ് എടുത്ത് നിങ്ങൾ കോഡ് എടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഓൺ ആപ്ലിക്കേഷൻ പാക്ക്. യു കൻ ഡൗൺലോഡ് സ്ട്രേറ്റ് അവേ, നിങ്ങൾക്ക് ഫിൽ ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ ഗൈസ്, ദാറ്റ്സ് എ ബ്രില്യന്റ് ന്യൂസ്. നിങ്ങൾക്ക് ഇത് മാക്സിമം പിള്ളേരിലെത്തിക്കുക. ആരൊക്കെയാ അപ്ലൈ ചെയ്യുക അയർലൻഡിലേക്ക് നോക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ എവ്രി വൺ. ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടിയുടെ ആവശ്യം വരുന്നില്ല. ഒരാടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഇൻഡിവിജ്വലി ചെയ്യാം. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. So guys, if you're looking for more information, നിങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ please shoot a comment below. As well as if you like this video, please like, share and subscribe to our channel. Thanks again. See you later with another video. Bye.